ഹായ് മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീനാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ദോശയും സാമ്പാറുമാണ്. ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി കറിവേപ്പിലയൊക്കെ പിച്ചി കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്, വേണ്ട മലക്കറികളൊന്നും ഇല്ല. അപ്പോഴതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഞങ്ങളുടെ രീതിയിൽ വയ്ക്കുന്ന റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടികളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം കുക്കറിലോട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നു. കൂടെ പരിപ്പ് കഴുകി വൃത്തിയാക്കിയ പരിപ്പും ഇതെല്ലാം കഴുകി റെഡിയാക്കി നമ്മൾ നേരത്തെ വെച്ച സാധനങ്ങളാണ്. ഇനി കഴുകിയില്ലാന്നൊന്നും കമൻറ്റൊന്നും വരരുത്. കുറച്ച് മല്ലിപ്പൊടി, ഇത് ഞങ്ങളുടെ രീതിയിലുള്ള സാമ്പാറാണ് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഒരു പുളി, കായം കട്ട കായമാണ്. പാക്കറ്റ് സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടി ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള വെള്ളം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇത് കുക്കറിലോട്ട് മാറ്റും. ഇനി കുക്കറും അടച്ച് ഇനി കുക്കറും കഷ്ണങ്ങളുമായിട്ട് ഒത്തുകൂടി അത് സെറ്റാകുന്നതാണ്. ഇത് ഞങ്ങളുടെ ഒരു അതിഥിയാണ് കേട്ടോ. ഈ പൂച്ച ഞങ്ങളുടെ ചില വീഡിയോകളിലൊക്കെ ഈ പൂച്ചയും ഉൾപ്പെടുന്നതാണ്. നമുക്ക് ഈ പൂച്ചയുടെ കളികളൊക്കെ ഒത്തിരി നേരം കാണാം. ഇവിടുത്തെ മക്കളെല്ലാം ഉറക്കമാണ്, അതാണ് ഒരു ബഹളമൊന്നും ഇല്ലാത്തത്. ഈ പൂച്ചയുടെ പേര് അച്ചൂസ് എന്നാണ്. ഇതാണ് ഞങ്ങളുടെ അടുക്കള ലോകം. അടുക്കളയൊന്നും വൃത്തിയില്ലെന്നൊന്നും പറയണ്ട. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനാക്കിയിടും. അപ്പോൾ നമുക്ക് ദോശ ചുടാം. സാമ്പാർ അവിടെ ഇരുന്നാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ദോശ ചുടാം. ദോശ ചുട്ട് വെച്ച് ഗ്യാസ് കത്തിച്ചു. ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് മാവിതായിരിക്കുന്ന മാവിലെല്ലാം ചേരുവകളെല്ലാം ചേർത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നല്ല നാടൻ ദോശ നമുക്ക് ചുട്ടെടുക്കാം. ദോശക്കല്ല് നല്ല ചൂടായി ആവി വരും. ഇനി ഞങ്ങൾക്ക് ദോശ ചുടാം. എണ്ണ തടവി സുന്ദരമായ മാവ് നമുക്ക് ദോശച്ചട്ടിയിലോട്ട് ഒഴിക്കാം. ഇനി അതവിടെ ഇരുന്ന് മുരിഞ്ഞ് വരപ്പോൾ ഞങ്ങൾക്ക് മറിച്ചിടാം.
സുന്ദരമായ ദോശ തയ്യാറാവുന്നുണ്ട്. സാമ്പാർ അവിടെ കുക്കറിൽ ഇരുന്ന് സെറ്റാവുന്നുണ്ട്. ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടേക്കാണ്. ഇതെല്ലാം ഞങ്ങൾ ജോലി കഴിഞ്ഞ് ക്ലീനാക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് നല്ല മഴയാണ്. രാവിലെ നല്ല മഴയാണ്. അടുക്കള ഭാഗത്ത് ഒരു ഇത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. കുറേ ചെടികളൊക്കെ, ഈ ചെടികളൊക്കെ ഉമ്മാർ സമ്പാദ്യമാണ്. ഞങ്ങളാരും ഇതിലൊന്നും കൈയടത്തിയിട്ടുള്ളതല്ല. ഇതെല്ലാം ഉമ്മാക്കുള്ള സമ്പാദ്യം. കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി നമുക്കൊരു വീഡിയോ ആക്കി നമ്മൾ ചെയ്യാം ഞങ്ങൾക്ക്. നമുക്ക് വീണ്ടും ദോശയിലേക്ക് വരാം. ദോശ റെഡിയായി. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കേട്ടോ ഈ വോയിസൊക്കെ കൊടുത്ത് ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അതിൽ ചില ഫാൾട്ടുകളൊക്കെ വരും. നിങ്ങളുമായിട്ട് സഹകരിക്കണം. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമേ ആ ലൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് വീഡിയോ കണ്ടു തുടങ്ങണം. കുക്കർ ഫിസിലിയേക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തുമണീസ് ഉണർന്ന് വരുന്നുണ്ട്. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സാമ്പാർ തിളച്ച് മറിഞ്ഞിപ്പോൾ ഫിസിൽ വരും. പിന്നെ ഞങ്ങളുടെ മുത്തുമണീസുകളെല്ലാവരും ഇവിടെ തെങ്ങത്താണ്ടി നിരന്നിട്ടുണ്ട്. സാമ്പാർ ഫിസിൽ വന്ന് വെള്ളമുണ്ട്. ഞങ്ങളുടെ ദോശയും സാമ്പാറും ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ. നല്ല അടിപൊളി കറിവേപ്പില.